മകരവിളക്കിനോടനുബന്ധിച്ച് ശബരിമലയിൽ പരിശോധന ശക്തമാക്കി എക്സൈസ്. 65 റെയ്ഡുകളിലായി 195 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 39,000 രൂപ പിഴ ഈടാക്കിയിട്ടുണ്ട്. പരിശോധന തുടരുമെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ കെ.വി. ബേബി അറിയിച്ചു. ലഹരി വസ്തുക്കൾക്ക് നിരോധനമുള്ള സ്ഥലമാണ് ശബരിമലയും സമീപ പ്രദേശങ്ങളും. ഇവിടങ്ങളിൽ തൊഴിലാളികൾ ഉൾപ്പെടെ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന വിവരം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് എക്സൈസ് പരിശോധന കർശനമാക്കിയത്. മകരവിളക്കിന് നട തുറന്ന് 3 ദിവസങ്ങളിലായി സന്നിധാനത്ത് 16 റെയ്ഡുകൾ നടത്തി. 40 കേസുകളിലായി 8,000 രൂപ പിഴ ഈടാക്കി. പമ്പയിൽ 16 പരിശോധനകൾ നടത്തുകയും 83 കേസുകളിലായി 16,600 രൂപ പിഴ ഈടാക്കുകയും ചെയ്തു. നിലയ്ക്കലിൽ നടത്തിയ 33 പരിശോധനകളിലായി 72 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 14,400 രൂപ പിഴ ഈടാക്കി. കടകൾ, ലേബർ ക്യാമ്പുകൾ, ഹോട്ടലുകൾ എന്നിവിടങ്ങളിലാണ് പരിശോധന. മകരവിളക്കിനോട് അനുബന്ധിച്ച് നട തുറന്നതിന് ശേഷം 30-ാം തീയതി തുടങ്ങി എക്സൈസ് ഇവിടെ വ്യാപകമായ റെയ്ഡ് നടത്തുകയും നമ്മളൊരു 20 റെയ്ഡ് നടത്തി. അതിനകത്ത് 27-28 കടകൾ പരിശോധിച്ചു. ലേബർ ക്യാമ്പുകളും അതുപോലെ തന്നെ പരിശോധിച്ച് നമ്മൾ 53 കോട്ട്പ കേസുകൾ കണ്ടെടുത്തിട്ടുണ്ട്. അവരുടെ നിന്ന് ബീഡി അതുപോലെ തന്നെ സിഗരറ്റുകൾ കണ്ടെടുത്ത് അത് മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാക്കി അതെല്ലാം നമ്മൾ ഇവിടെ നശിപ്പിച്ചിട്ടുള്ളതാണ്. തുടരുന്നതായിരിക്കും. ഇനിയിപ്പോൾ മകരവിളക്കിനോട് അനുബന്ധിച്ച് ഇനിയിപ്പോൾ നാളെ തുടങ്ങി അടുത്ത പുതിയ ബാച്ച് വരുന്നതാണ്. അപ്പോൾ അവർ വീണ്ടും തുടങ്ങുക. 3 ദിവസങ്ങളിലായി 26 ഹോട്ടലുകളും 28 ലേബർ ക്യാമ്പുകളിലും പരിശോധന നടത്തി. പിടിച്ചെടുത്ത ലഹരി ഉൽപ്പന്നങ്ങൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ശേഷം നശിപ്പിച്ചു. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ പരിശോധനയ്ക്കായി എക്സൈസിൻ്റെ 3 സംഘങ്ങൾ പ്രവർത്തിക്കുന്നു. കൈരളി ന്യൂസ്, സന്നിധാനം.